ചേട്ടാ സോനാ നായരിലേക്ക് എങ്ങനെ ഫോക്കസ്? ദൈവമേ, ആ ക്യാമറ ഇങ്ങനെ തിരിഞ്ഞു നോക്കാന്ന് പറഞ്ഞു. അത് സത്യം പറഞ്ഞാൽ എങ്ങനെ ഒരു ദിവസം ഷൂട്ടിംഗ് മുടങ്ങി, അതാണ് വീട്ടിൽ വരാൻ കാര്യം. ഇങ്ങനെ ചെയ്യും പ്രൊഡ്യൂസർ. അല്ല, പ്രൊഡ്യൂസറെ കവചകുണ്ടലൊക്കെ ഇട്ട് പ്രൊഡ്യൂസർ വരുമല്ലോ. കവചകുണ്ടലം എന്നറിയില്ലേ, ബ്രേസ്ലെറ്റ് റെഡി ആയിട്ടുണ്ട്. അല്ല, ഞാൻ പറയാം, അന്നത്തെ കാലത്ത് പ്രൊഡ്യൂസേഴ്സ് പുള്ളി ഒരു ഐഡന്റിറ്റി അതാണ്. ഒരു അഴകിയ രാവണൻ ഒരു ടൈപ്പായിരുന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, അമ്പടി പൈസ കുറച്ച് ഷോർട്ടേജ് ഉണ്ട്, വണ്ടി പടിഞ്ഞാറോട്ട് പോയിട്ടുണ്ട്. പുള്ളി തെക്ക് പടിഞ്ഞാറൊക്കെ എന്ന് പറയും, പടിഞ്ഞാറ് പോയിട്ടുണ്ട്, നിങ്ങൾ ഇന്ന് ചെയ്യണം. സോമൻ ചേട്ടൻ എന്നോട് പറഞ്ഞു, ഉദയ ഇത് കളിപ്പീരാണ്, ഞാൻ പോവുകയാണ്. അപ്പോൾ ട്രിവാൻഡ്രത്ത് വന്ന സോനയും സോനയുടെ അച്ഛനും ഉണ്ട്. അപ്പോൾ എന്നോട് സോനയുടെ അച്ഛൻ ചോദിച്ചു, പോവുകയാണോ? ഞാൻ പറഞ്ഞു, അതെ, നമ്മൾ പോവുകയാണ്. അല്ല, നമ്മളും ട്രിവാൻഡ്രത്ത് നിന്നാണ് വന്നത്. അടുത്ത കാർ പടിഞ്ഞാറുന്ന് വരുന്നു, പൈസ വന്നിട്ടുണ്ട്, നാളെ ഒരു ദിവസം കഴിഞ്ഞാൽ ഷൂട്ടിംഗ് നടക്കും. അപ്പോൾ സോനയുടെ അച്ഛൻ നമ്മളെല്ലാം കൂടെ ഇങ്ങനെ ചീട്ട് കളിക്കുന്നു, ഇരിക്കുന്നു. അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ വന്നിട്ട് ഇങ്ങനെ ഒരാൾ പോകുന്നുണ്ട്, ഫ്രെയിം എൻട്രി, ഫ്രെയിം എൻട്രി. അപ്പോൾ ഞാൻ സാറെന്നാണ് വിളിച്ചത് സോനയുടെ അച്ഛനെ. സാർ, പുള്ളി തിരിച്ചും സാർ സാറെന്ന് വിളിച്ചു, തിരിച്ചും സാർ. എങ്ങനെയാണ്, അപ്പോൾ ഏത് ഭാഗത്താണ് താമസം? അപ്പോൾ നമുക്ക് എന്തെങ്കിലും തോന്നി തുടങ്ങിയാൽ പിന്നെ കൂടുതൽ ചോദിക്കില്ല. അപ്പോൾ ഇയാളും പറഞ്ഞു, വീട്ടിൽ ആരൊക്കെ ഉണ്ട്, ചായ കുടിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, നിങ്ങൾ വീട്ടിലെ ആൾക്കാരെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ കല്യാണം കഴിക്കാനുള്ളവരെ അങ്ങനെ ചോദിക്കുള്ളൂ, അല്ലാതെ ചോദിക്കത്തില്ല. ഇത്രയും ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കണമെങ്കിൽ ചുമ്മാ കളിക്ക് പറഞ്ഞതാണ്. സിസ്റ്റേഴ്സ് എത്രയൊക്കെ ചോദിക്കണമെങ്കിൽ എന്തോ ഉള്ളിലുണ്ട്, അതാണ് തുടക്കം. ഇനി അറിയേണ്ട കൂടുതൽ ഇനി അറിയേണ്ട അപ്പനോട് ചോദിച്ചു. അപ്പോഴപ്പനോട് ചോദിച്ചു, മോളോടെത്തിയ കാര്യം എന്ന് പറഞ്ഞാൽ, മോൾ അപ്പോൾ രാവിലെ അമ്പലത്തിലേക്ക് പോകാൻ പോകുന്നു. ഒരു 5 രൂപ തൊട്ടെടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു, ഇതങ്ങ് ഇട്ടേക്കണം. അല്ലല്ല, എടുത്ത് തന്നു, സോന എടുത്ത് തന്നു, അമ്പലത്തിൽ പോവില്ല, ഇട്ടേക്കണം എന്നോട് പറഞ്ഞു. അപ്പോഴങ്ങനെ ദക്ഷിണ ഇടണമെങ്കിൽ വീട്ടിൽ വരാനുള്ള ഒരു കുട്ടിയാണല്ലോ, മുഖത്ത് നോക്കി പറഞ്ഞു. അങ്ങനെയൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല, ചിന്തിച്ചിട്ടില്ല, അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല. ചിന്തയൊക്കെ എനിക്കറിയാം, ഞാൻ അമ്പലത്തിൽ പോയിട്ട് വരട്ടെ, ചുമ്മാതെ പറഞ്ഞു. പോയി പിറ്റേന്ന് ഷൂട്ടിംഗ് തുടങ്ങുമ്പോൾ അറിയാമല്ലോ, നാച്ചുറൽ. അങ്ങനെ ആയി. പിന്നെ ഇനി ജാതകവും ഇതൊക്കെ നോക്കണമല്ലോ. അപ്പോൾ ജാതകം ഇതൊക്കെ നോക്കണം, ഇത് വീട്ടിൽ അവതരിപ്പിക്കണം. അപ്പൊ തിരിച്ചിങ്ങോട്ട് വരുന്നത്, അതല്ല, തിരിച്ച് വീട്ടിൽ വരാനുള്ള കൊച്ചാന്ന് പറഞ്ഞേ, ഇദ്ദേഹം അംഗീകരിച്ചോ? അത് നേരം ഇല്ല. പക്ഷെ ഈ മൗനം സമ്മതം പണ്ട് കേട്ടിട്ടില്ല. ചേട്ടനങ്ങ് തീരുമാനിച്ചു. അതെന്താ അറിയാവോ, അതിനിടയ്ക്ക് ഇങ്ങനെ നമുക്കിങ്ങനെ ഒരു പ്രണയം തോന്നി. അത് അറിഞ്ഞോണ്ടാന്ന് 5 രൂപ എടുത്ത് കൈ കൊടുത്തേ? അല്ല, അത് ആക്ച്വലി 5 രൂപ എടുത്ത് കയ്യിൽ തന്നതല്ല. അല്ല, എനിക്ക് അങ്ങോട്ട് എല്ലാം മറന്നുപോയി കേട്ടോ. വർഷങ്ങളായതുപോലെ. കാരണം പുള്ളിക്ക് അമ്പലത്തിൽ എല്ലാവരും പെരുമ്പാവൂരായിരുന്നു. അപ്പം തുടങ്ങുന്നതിന് മുൻപായിട്ട് അമ്പലത്തിലൊന്ന് പോയി തൊഴുതിട്ട്, അമ്പലത്തിന്റെ അവിടെയാണ് ഷൂട്ടും ഫ്രണ്ടിൽ. ഇദ്ദേഹത്തിന് ഷർട്ട് ഊരാൻ വയ്യ അകത്ത് കയറണമെങ്കിൽ. അപ്പം ഞാൻ അച്ഛനും കയറുന്നതുകൊണ്ട് എൻ്റെ കയ്യിൽ ഒരു 5 രൂപയുടെ കോയിൻ എടുത്ത് തന്നു, ഇട്ടേക്കാൻ പറഞ്ഞു. അപ്പൊ അകത്ത് പോയിട്ട് ഞാൻ എന്താ ചെയ്തെന്ന് വെച്ചാല്, ഈ സാധനം ഞാൻ കൊണ്ടിടാതെ ഇതെടുത്ത് ഞാൻ കണ്ണിൽ വെച്ചിട്ട് ഞാനാ ചുറ്റിയിടുന്നത്. അപ്പൊ ഞാൻ ഇതൊന്നും ചിന്തിക്കുന്നില്ല. അപ്പൊ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ അപ്പം മുതൽ ഇന്നു വരെ അങ്ങനെ ഒരു പ്രണയമോ കാര്യങ്ങളോ ഒന്നും, ഞാൻ മിക്സഡ് സ്കൂളിലാണ് പഠിച്ചത്, അത്തരങ്ങളിലുള്ള സംഭവങ്ങളോ ഒന്നുമില്ല. ആരുമായിട്ട് ഒരു പ്രണയമോ കാര്യങ്ങളോ, എല്ലായിടത്തും ഒരു മച്ച സെറ്റപ്പാണ്. പക്ഷെ ഇതെങ്ങനെ വന്നു? അപ്പം ഇതൊക്കെയാണ് നമ്മുടെ നിശ്ചയം എന്ന് പറയുന്നത്. ഒരു കാര്യം ചെയ്യട്ടെ, നീ സീരിയലൊന്നും ചെയ്യല്ലെന്നൊരു വാർത്ത കേട്ടല്ലോ, എന്നത്തിന് അങ്ങനെ ചെയ്യുന്നുണ്ട്? നിന്നെ പറ്റി കേട്ടതാന്നേ. സോന ഇനി സീരിയലൊന്നും ചെയ്യല്ല, സിനിമയിൽ മാത്രമേ. ചുമ്മാ പറഞ്ഞുണ്ടാക്കിയതായിരിക്കും അല്ലേ? ഒരു ആർട്ടിസ്റ്റിന് ഒരിക്കലും അങ്ങനെ ചെയ്യാനോ? ഭക്ഷണം കഴിക്കണ്ടേ? അങ്ങനെയല്ല ചിത്തു. അതിന്റെ മെയിൻ കാര്യം എന്ന് വെച്ചാൽ, സീരിയൽ ഇങ്ങനെ ഭയങ്കര ഹെവി എക്സ്പോഷർ ആണല്ലോ സീരിയൽ ആവുമ്പോഴത്തേക്ക്. നമുക്ക് പൊതുവേ ഞാൻ സിനിമയാണ് കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് എന്ന് കരുതി ഞാൻ സീരിയലിനെ ഒരിക്കലും ഇന്ന് വരെ, ഈ നിമിഷം വരെ ഞാൻ തള്ളി പറയത്തുമില്ല. നാളെയും അങ്ങനെ ഒരു അവസരം ഉണ്ടാക്കല്ലേ എന്നാണ് ഞാൻ എൻ്റെ പ്രാർത്ഥന. ഇന്ന് വരെ ഞാൻ ചെയ്തിട്ടില്ല അത്. പക്ഷേ ചില ഇൻ്റർവ്യൂസ് വരുമ്പോൾ, വീട്ടിൽ ഈവൻ മീഡിയ ആൾക്കാർ വരുമല്ലോ, ഓരോരോ നമ്മൾ പറയുന്നത് ഒന്ന്, ഇവരെ ഗ്രഹിക്കുന്നതൊന്ന്, എഴുതി വരുമ്പോൾ വേറൊന്ന്, ഇങ്ങനെ എപ്പോഴും വരാറുള്ള. അപ്പം ഞാൻ സീരിയലിനെ കുറിച്ച് ഇത്തരം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ അമ്മായിമ്മ, കരച്ചിൽ, ബഹളം, സ്ത്രീയെ മാക്സിമം അബലകളാക്കുക, സ്ത്രീകളുടെ അത്രയും അങ്ങനത്തെ ഒരു മെയിൽ ഷോവിനിസം കാണിക്കുക, ഇതൊക്കെ
ഫിലിമിലുണ്ട് ഓഫ് കോഴ്സ്. അപ്പം അത് നമുക്കൊരു 2 മണിക്കൂർ കൊണ്ട് സഹിച്ച് ഇങ്ങോട്ട് പോരാ. ഇതെന്ന് പറഞ്ഞാൽ ആജീവനാന്ത കാലം നമ്മൾ കണ്ടു, അത് തന്നെ കണ്ടു. അപ്പം സ്ത്രീയെ മാക്സിമം ഒരു ഉപകരണമാക്കി അവളെ മാക്സിമം കരയിപ്പിച്ച് ഞാൻ പറഞ്ഞു ഇനിയുള്ള സീരിയലിൽ ഞാൻ കരയില്ല. അത്രയും ബോൾഡായിട്ടുള്ള സ്ത്രീകളുണ്ടല്ലോ നമ്മുടെ സൊസൈറ്റിയിൽ. കരയുന്ന സബ്ജക്റ്റ് ആണെങ്കിൽ എൻ്റെ അടുത്ത് വരണ്ട, ഞാൻ കരയില്ല. ഞാൻ കരഞ്ഞ കാലങ്ങളുണ്ട്, അത് ഓക്കെ. അപ്പം അങ്ങനെ ഒരു ഇമേജും കിട്ടി. ആ കരയാൻ കൊണ്ട് വച്ച് നിർത്തി കൊടുത്താൽ ഭംഗിയായിട്ട് കരയും എന്നുള്ളത് അത് വേണ്ട, അതിനെ എനിക്ക് ബ്രേക്ക് ചെയ്യണം. ഇദ്ദേഹം എഴുതി വന്നത് ഇത്തരം സീരിയലുകളൊന്നും. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ഒരു സീരിയലും മതി, ഇഷ്ടം എനിക്ക് ഒന്നും മതി എന്ന് പറഞ്ഞ് വന്നപ്പം എന്താ മമ്മൂക്കയൊക്കെ പഠിക്കുകയാണ് സോന എന്നൊക്കെ. എനിക്കറിയത്തില്ല സീരിയൽ എന്താണ്, സീരിയലൊന്നും ചെയ്യില്ല, സീരിയൽ വളരെ മോശമാണ് എന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിൽ അങ്ങനെ വന്നു. ഇതൊന്നും ഞാൻ ഇഗ്നോർ ചെയ്യാതെ മിണ്ടാതിരുന്നേച്ചാൽ മതി. ഇഗ്നോർ ചെയ്യുക, ജസ്റ്റ് ഇഗ്നോർ.